morning. Okay, Yamini, good morning. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഓക്കെ ദേവിക, ഗുഡ് മോർണിംഗ്. ശനിയാഴ്ച നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ശനിയാഴ്ചത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ആയിട്ടുണ്ടായിരുന്നില്ലേ? സ്ക്രീൻ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നോ? ശനിയാഴ്ചത്തെ ക്ലാസ് ഇരുന്നവര് ഒന്ന് പറയാം. ആവണിയൊക്കെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പൊ എന്തുകൊണ്ടാ പറയാതിരുന്നത്? സ്ക്രീൻ എന്തുകൊണ്ടാ കാണുന്നില്ല എന്നുള്ള കാര്യം പറയാതിരുന്നത്? ദേവിക പറയുന്നുണ്ടായിരുന്നു എന്ന്. സ്ക്രീൻ കാണുന്നുണ്ടായിരുന്നോ? ഓക്കെ. സഞ്ജിന് പറഞ്ഞു കാണാനില്ലായിരുന്നു പറഞ്ഞു. നിങ്ങൾ റെക്കോർഡ് ക്ലാസ് എടുത്ത് കണ്ടായിരുന്നോ? റെക്കോർഡ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? സ്ക്രീൻ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു. ഓക്കെ. അപ്പൊ എന്തെങ്കിലും കാരണവശാല് കാണാനില്ലായിരുന്നു. അങ്ങനെ എന്തെങ്കിലും സ്ക്രീന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പറയണം കേട്ടോ. അത് ക്ലാസ്സിലിരിക്കുന്ന നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി കൂടിയാണ്. നമ്മൾ ചിലപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ടാവാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ. ഓക്കെ. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ടായിരുന്നു. അന്ന് ക്ലാസ്സിലിരുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും അപ്പൊ ശരിക്കും എനിക്ക് വിഷമം തോന്നി. കാരണം വെച്ചാൽ അത്രയും പേര് ക്ലാസ്സിൽ ഇരുന്നിട്ട് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് എനിക്ക് തോന്നി. കാര്യം നമ്മുടെ ഇവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ സ്ക്രീൻ കാണുന്നുണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ആരും നമ്മളത് നോട്ടീസ് ചെയ്തില്ലായിരുന്നു. ഓക്കെ. അപ്പൊ സ്ക്രീൻ കാണാമായിരുന്നു അല്ലെ? എന്താണ് അങ്ങനെ? പക്ഷെ ഞാൻ റെക്കോർഡ് ക്ലാസ്സിൽ കണ്ടിട്ടില്ല. സ്ക്രീൻ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഈ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വരുമെന്നൊരു ഡൗട്ട്. അതുകൊണ്ടാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൗണ്ട് കേൾക്കാതെ വരെയോ അല്ലെങ്കിൽ സ്ക്രീൻ വ്യക്തമല്ലാതെ വരെയോ അല്ലെങ്കിൽ സ്ക്രീൻ എന്തെങ്കിലും PDF കാണാനില്ലെങ്കിൽ ഉടനെ നമ്മളോട് പറയണം കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണമെന്ന് ഞാൻ ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യാണ്. ഒട്ടും റെസ്പോൺസീവ് അല്ലാത്തൊരു കുട്ടികളാന്ന് തോന്നുന്നു. പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ വളരെ കുറച്ച് പേര് മാത്രമാണ് റെസ്പോണ്ട് ചെയ്യുന്നത്. നിങ്ങളുടെ റെസ്പോൺസിനനുസരിച്ചിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ നിങ്ങളത് പറയാതിരുന്നേ, ജസ്റ്റ് ഒന്ന് നോട്ടീസ്. ഞങ്ങൾക്ക് ഇവിടെ സ്ക്രീൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളേ. അപ്പൊ നിങ്ങൾ കാണാണ്ടാണോ ക്ലാസ്സിൽ ഇരുന്നത്? അതോ നിങ്ങൾ ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ? ഒരാള് പോലും പറഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കുന്നവര് എന്തായാലും എത്ര പേരാണ് ഇതിൽ സിൻസിയർ ആയിട്ട് വന്നിരിക്കുന്നതെന്നുള്ളതൊന്നും എനിക്കറിയില്ല. എങ്കിലും ഒന്നോ രണ്ടോ പേരാണെങ്കിൽ കൂടിയും കുഴപ്പമില്ല. പക്ഷെ എന്തുണ്ടെങ്കിലും പറയണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിൽ പെടുത്തണം. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾക്കും റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും ഒരിക്കലും ബുദ്ധിമുട്ട് വരെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്നലെ പുതിയ ചാപ്റ്റർ നമ്മൾ തുടങ്ങിയിരുന്നു അല്ലെ? അതായത് എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചത് സ്ക്രീനൊക്കെ കാണാലോ അല്ലെ? സ്ക്രീനൊക്കെ കാണില്ലേ നിങ്ങൾക്ക്? അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചത് ഒരു എത്തിക്കൽ ലീഗൽ ഇഷ്യൂസുകള് അല്ലെങ്കിൽ അത്തരം ആസ്പെക്റ്റുകള് മനസ്സിലാക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ കണ്ടിരുന്നു. ഓക്കെ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് മെഡിക്കോ ലീഗൽ കേസ് അറിയാലോ? നിയമപരമായിട്ടുള്ള അന്വേഷണം ആവശ്യമായിട്ട് വരുന്ന മെഡിക്കൽ കേസുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെഡിക്കോ ലീഗൽ കേസുകൾ എന്ന് പറയുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിളുകൾ നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ ആക്ടുകളിലേക്ക് കടക്കുകയാണ് അല്ലെ? നമ്മൾ 4 ആക്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 അല്ലെ? പിന്നെ പറഞ്ഞത് എന്തായിരുന്നു? മിനിമം വേജസ് ആക്ട് 1948. പിന്നെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഓക്കെ. പിന്നെ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഇത്രയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞ ആക്ടുകൾ. വായിച്ചു നോക്കിയോ നിങ്ങള്? മനസ്സിലായോ?
ഈ ആക്ടുകൾ ഞാൻ പറഞ്ഞ ആക്ടുകളൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയോ? ഓക്കെ, വർഷങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. വർഷങ്ങളാണ് കൂടുതലും ചോദിക്കാറുള്ളത്, അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ട് പഠിക്കാനുള്ളത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ് കേട്ടോ. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് ആണ് കേട്ടോ. മുൻപ് നമ്മൾ ഒരെണ്ണം പഠിച്ചത് മിനിമം വേജസ് ആക്ട് ആണ്. ഇപ്പൊ പഠിക്കുന്നത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 ആണ്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ആക്ട് കൊണ്ടുവരാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാവും, ഓരോരോ റീസൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് വന്നിട്ട് എംപ്ലോയീസിന്റെ അവകാശ സംരക്ഷണവുമായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നതിന്, അവകാശ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എംപ്ലോയീസിന് വളരെ ടൈമിലി, അതുപോലെ അവർക്കൊരു ഫെയർ പേയ്മെന്റ് അവർക്ക് ലഭിക്കണം അല്ലെ, കൃത്യസമയത്ത് അവർക്ക് അവരുടെ വേതനം ലഭിക്കണം അല്ലെ. അതുപോലെ തന്നെ അവരുടെ ജോലിക്ക്, അവർക്ക് ചെയ്യുന്ന ജോലിക്ക് അർഹമായിട്ടുള്ള ഒരു വേതനം അവർക്ക് ലഭിക്കണം. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അവരൊരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോ അവരുടെ അവകാശ സംരക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു കൃത്യമായിട്ടുള്ള പേയ്മെന്റ്, വൈദ്യുതി പേയ്മെന്റും അതുപോലെ ഒരു അവർ ചെയ്യുന്ന ജോലിക്ക് അർത്ഥമായിട്ടുള്ള ഒരു ഫെയർ പേയ്മെന്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു എന്ത്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. അതെന്താണ് അതിന്റെ പ്രത്യേകത നോക്കിയേ. സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് നമ്മുടെ ഈ ഒരു എംപ്ലോയീസിന്റെ വേതന പ്രസ്താവനകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു ആക്ട് പ്രകാരം കൊടുത്തിരിക്കണം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതായത് എംപ്ലോയീസിന്റെ വേതനം അല്ലെ, അവരുടെ ആ ഒരു പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ഉണ്ടായിരിക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ ആ പേയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നൊരു ആക്ട് ആണ്. ഇനി അടുത്തതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. വേജസ് മസ്റ്റ് ഹാവ് പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത് എന്നുള്ളത് പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അതായത് എംപ്ലോയീസിന് അവരുടെ വേതനം മാസത്തില് എന്താണ് ആദ്യത്തെ 7 ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് പേ ചെയ്തിരിക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 7 days ആണോ, ലാസ്റ്റ് 7 days ആണോ, അതുപോലെ ഡേയ്സിന്റെ എണ്ണമൊക്കെ മാറ്റി ചോദിക്കാറുണ്ട്. പുറത്ത് വെക്കാൻ എംപ്ലോയീസിന് അവരുടെ വേതനം മാസത്തിലെ ആദ്യ 7 ദിവസങ്ങൾക്കുള്ളിൽ അവർക്ക് ലഭിച്ചിരിക്കണം. ടൈമിലി പേയ്മെന്റ്, നമുക്കിപ്പോ ഒരു ജോലി ചെയ്തിട്ട് നമുക്ക് സമയത്തിന് പേയ്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കാര്യമില്ല അല്ലെ, നമുക്കൊരു ടൈമിന് പേയ്മെന്റ് കിട്ടണം അല്ലെ. അതുപോലെ അത് ഫെയർ പേയ്മെന്റ് ആയിട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിനൊക്കെ മനസ്സിലാക്കാനായിട്ട്. അപ്പൊ വർഷം പഠിച്ചു വയ്ക്കാം. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 എംപ്ലോയീസിന് അവരുടെ വേതനം മാസത്തില് ആദ്യത്തെ 7 ദിവസങ്ങൾക്കുള്ളില് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് വരുന്നതാണ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948 കേട്ടോ. 1948 എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് അഥവാ ESI ആക്ട് ആണ് കേട്ടോ. ESI ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1948 നോക്കുക. ഇറ്റ് ഇസ് ദ മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവനക്കാർക്ക് അവർക്ക് സാമൂഹ്യമായിട്ടും ആരോഗ്യ ഇൻഷുറൻസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് കേട്ടോ. നമ്മൾ ESI ആശുപത്രികൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ESI ആനുകൂല്യം അല്ലെ, അവർക്ക് എന്താണ് ജീവനക്കാർക്ക്, എംപ്ലോയീസിന് അവർക്ക് സാമൂഹിക സുരക്ഷയും ആരോഗ്യ സുരക്ഷയും ഒക്കെ ഉറപ്പാക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ട് ആണ് ESI ആക്ട് 1948. Okay, it provides the financial and the medical benefits to the industrial employees as a precaution against sickness, maternity and employment related injury. അപ്പോൾ ഈ ഒരു ESI ആക്ട് പ്രകാരം പ്രത്യേകിച്ച് ഇതിന്റെ ഒരു ബെനിഫിറ്റ് ലഭിക്കുന്നത് വ്യാവസായിക തൊഴിലാളികൾക്കാണ് കേട്ടോ. ഫാക്ടറി വർക്കേഴ്സ് ഉണ്ടല്ലോ, വ്യാവസായിക തൊഴിലാളികൾ, ഇൻഡസ്ട്രിയൽ എംപ്ലോയീസിനാണ് കേട്ടോ. ശരിക്കും പറയുന്നത് ഈ വ്യാവസായിക തൊഴിലാളികൾക്ക് അവരുടെ അസുഖം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രസവം, പിന്നെന്താണ് തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന പരിക്കുകള് എന്നിവയ്ക്കെതിരെയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിൽ മെഡിക്കൽ ആനുകൂല്യങ്ങളും അതുപോലെ സാമ്പത്തിക ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആക്ട് ആണിത് ESI ആക്ട് 1948. മനസ്സിലായോ? വ്യാവസായിക തൊഴിലാളികൾക്ക് അവരുടെ അസുഖം, അതുപോലെ തന്നെ പ്രസവം,
തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന പരിക്കുകള് എന്നിവയ്ക്കെതിരെയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിൽ സാമ്പത്തിക ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ഒരു ആക്ടാണ് ESI ആക്ട് 1948. ഇനി അടുത്തത് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് 4% ഓഫ് ദ ടോട്ടൽ വേജ്. ഇതൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. എംപ്ലോയർ എന്ന് പറയണ്ട, ശരിക്കും ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയോ? 4% ആണ്. നമ്മൾ ESIനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കുന്നുണ്ട്? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട് 4th മൊഡ്യൂളിൽ കേട്ടോ. അതിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിനെ പറ്റി പഠിക്കുന്നുണ്ട്. ഇവിടെ എഴുതിയ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എംപ്ലോയർ വേണ്ട, അത് നിങ്ങൾ വെട്ടിക്കോളൂ കേട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മതി. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത് 4% ആണ്. അതായത് ശരിക്കും പറഞ്ഞ 4% ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതില് എംപ്ലോയറും അതായത് തൊഴിലുടമകളും തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ശരിക്കും തൊഴിലുടമകളാണ് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. 3.25% തൊഴിലുടമകളും 0.75% തൊഴിലാളികളുമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതാണ് ടോട്ടൽ ആഡ് ചെയ്തിട്ട് 4% എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ എംപ്ലോയറിന് എഴുതിയിരിക്കുന്നത് വേണ്ട. ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടു ESI എന്ന് പറയുന്നത് എത്രയാണ്? 4% ആണ്. തൊഴിലുടമകളും തൊഴിലാളികളും രണ്ടു കൂട്ടരും കൂടെ ഷെയർ ചെയ്തുകൊണ്ട് 4% ഇതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മെഡിക്കൽ ഇൻഷുറൻസിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത നോക്കാം. ESI is not applicable if hospitals are providing complete and free treatments to employees and dependents. എന്താണ് പറയുന്നത്? ESI is not applicable if hospitals are providing complete and free treatments to employees and dependents. അതായത് ജീവനക്കാർക്കും അവരുടെ ആശ്രിതർക്കും ഇപ്പോ ഈ പറയുന്ന ഹോസ്പിറ്റലുകള് സമ്പൂർണവും അതുപോലെ തന്നെ എന്താണ് സൗജന്യവുമായിട്ടുള്ള ചികിത്സകൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ലഭിക്കില്ല? ESI അപ്ലിക്കബിൾ അല്ല, ESI ആനുകൂല്യം ലഭിക്കില്ല. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ചില ആളുകൾക്ക് അവരുടെ എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് ജോലിയുടെ ഭാഗമായിട്ട് തന്നെ കമ്പനി തന്നെ ചിലപ്പോൾ അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ചില കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ജീവനക്കാർക്ക് അവർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ ഓൾറെഡി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അവിടെ വർക്ക് ചെയ്യുന്നവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും മെഡിക്കൽ ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ കമ്പനി തന്നെ എന്ത് കൊടുക്കുന്നുണ്ടാവും? ഈ പറയുന്ന ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് പിന്നെ എന്ത് ലഭിക്കുന്നില്ല? ESI ആനുകൂല്യം പിന്നീട് കൊടുക്കില്ല. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ ഹോസ്പിറ്റലുകള് സമ്പൂർണ്ണ സൗജന്യവുമായിട്ടുള്ള ട്രീറ്റ്മെന്റുകള് അവിടുത്തെ ജീവനക്കാർക്കും അവരുടെ കുടുംബാംഗങ്ങളുടെ ഡിപ്പെൻഡൻസിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പിന്നീട് ഒരു ESI ആനുകൂല്യം പിന്നെ അവർക്ക് ലഭിക്കില്ല കേട്ടോ. കമ്പനിയിൽ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ പിന്നീട് ഒരു ESI ആനുകൂല്യം അവർക്ക് കിട്ടാനുള്ള സാധ്യത ഇല്ല കേട്ടോ. ഇത് പറയുന്നത് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ്. ESI ആക്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആയിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിവിടെ മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഇതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കൊടുക്കുന്നത്. ഒരുപാട് എന്താ പറയുക മെഡിക്കൽ ബെനിഫിറ്റുകളാണ് ഇത് കൂടുതലും കൊടുക്കുന്നത് കേട്ടോ. സിക്നസ് ബെനിഫിറ്റ്, അഡ്വാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ്, അതുപോലെ മെറ്റേണിറ്റി ബെനിഫിറ്റ്, അതിലിപ്പോ ഡിസേബിലിറ്റി ബെനിഫിറ്റ്, അങ്ങനെ ഒരുപാട് ഈ അസുഖം അല്ലെങ്കിൽ ഈ പറയുന്ന പരിക്കുകള്, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങളാണ് കൂടുതൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിന് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്ന് പറയുന്നത് കേട്ടോ. ESI ആക്ടിനെ എങ്ങനെയും പറയാറുണ്ട്, കൺസിഡേർഡ് ആസ് മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് എന്നും അറിയും. ഓക്കെ, ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങള് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഒന്ന് മനസ്സിലാക്കുക. ESI ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന വ്യാവസായിക തൊഴിലാളികളെയാണ് കൂടുതൽ അവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അവർക്ക് അസുഖം, പരിക്ക്, പ്രസവം, തൊഴിൽ സംബന്ധമായിട്ട് വരുന്ന ഇഷ്യൂസുകളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള മെഡിക്കൽ ആനുകൂല്യങ്ങളും സാമ്പത്തിക ആനുകൂല്യങ്ങളും കൊടുക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ട് ആണ് ESI ആക്ട് 1948 എന്ന് പറയുന്നത് കേട്ടോ. ഈ ആക്ട് പ്രകാരം 4% ESIയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് എംപ്ലോയറും എംപ്ലോയീസും ഒരുപോലെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ടോട്ടലാണ് 4% കേട്ടോ. പിന്നെ ഓൾറെഡി എംപ്ലോയ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ ജോലി ചെയ്ത കമ്പനി നിന്ന് ഓൾറെഡി മെഡിക്കൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ലഭിക്കില്ല? ESI ആനുകൂല്യം ലഭിക്കില്ല. ഇതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, എല്ലാ ആളുകൾക്കും ESI കിട്ടുമോ? ഇല്ല, എല്ലാ ആളുകൾക്കും ESI ലഭിക്കില്ല കേട്ടോ. അതിനൊരു സാലറി ലിമിറ്റ് പറയുന്നുണ്ട്. അതൊക്കെ അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയാണ്. പ്രതിമാസ വരുമാനം 21,000 രൂപയോ
അതിൽ താഴെയോ വരുമാനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യം ലഭിക്കുള്ളൂ കേട്ടോ. അല്ല അത്രക്ക് എന്ത് കിട്ടില്ല, ESI കിട്ടില്ല. അപ്പൊ ESI നിങ്ങൾ കേൾക്കുമ്പോൾ എല്ലാവർക്കും കിട്ടണതാണോ എന്ന് ചിന്തിക്കും. എല്ലാവർക്കും കിട്ടില്ല കേട്ടോ. പ്രതിമാസ വരുമാനം 21,000 രൂപയോ അതിൽ താഴെയോ വരുമാനമുള്ള തൊഴിലാളികൾക്ക്, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ എന്ത് കൊടുക്കുന്നുള്ളൂ, ESI ആനുകൂല്യം കൊടുക്കുന്നു. അതിന്റെ മുകളിൽ സാലറി വാങ്ങുന്ന ആൾക്കാർക്ക് എന്ത് ലഭിക്കില്ല, ESI ആനുകൂല്യങ്ങൾ ലഭിക്കില്ല കേട്ടോ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും പോയിന്റുകൾ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് എന്താ നോക്കാം. lays down the code of ethics for medical practitioners and controls medical education. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നതെന്ന് അറിയാമോ? അതായത് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കും മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനായിട്ടുള്ള എത്തിക്സ് അല്ലെ, എത്തിക്സ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഈ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനായിട്ടുള്ള ആ ഒരു കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുന്നതിനും മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണിത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. നമുക്കറിയാലോ മെഡിക്കൽ എഡ്യൂക്കേഷനിൽ അതുപോലെ മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു എത്തിക്സ് സ്ഥാപിക്കുന്നുണ്ട്, ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട്. അപ്പൊ ആ ഒരു കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുന്നതിനും അതുപോലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആക്ട് ആണിത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ established under the act have same function in their respective state. അപ്പോ ഇത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് അല്ലെ. അപ്പൊ ഇതേ ആക്ട് പ്രകാരം അതത് സംസ്ഥാനങ്ങളില് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയില് 28 സംസ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പൊ ആ ഓരോ സംസ്ഥാനങ്ങളിലും അതത് സംസ്ഥാനങ്ങളിലും എന്തുണ്ട്, സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. ഈ സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകൾ എന്താണ് ചെയ്യുന്നത്? അതത് സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നു. അവിടുത്തെ എന്താ പറയാ മെഡിക്കൽ പ്രൊഫഷണൽസിനായിട്ട് കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കുന്നു. ഓക്കെ, എല്ലാത്തിനും കാരണമായിട്ട് ആക്ട് എന്താണ്? ഈ പറയുന്ന ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് കേട്ടോ. ഇനി എന്താണ്? റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ ജനറലി കൺട്രോൾഡ് ബൈ IMC. IMC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്നാണ് കേട്ടോ. IMC എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ എന്നാണ്. നോക്കാം, റെക്കഗ്നീഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC കേട്ടോ. ടീച്ചിങ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മെഡിക്കൽ കോളേജ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ ഉണ്ടല്ലോ. മെഡിക്കൽ കോളേജ് കാര്യം അവിടെ എന്താണ്, ഒരുപാട് ഡോക്ടേഴ്സ് ആവാനും ഒക്കെ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. മെഡിക്കൽ കോളേജാണ്. അപ്പൊ അത്തരത്തിലുള്ള ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ അംഗീകാരം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇവിടെ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് കേട്ടോ. ഓക്കെ, ഇത്രയുള്ള മനസ്സിലാക്കാൻ ഓർത്തുവെക്കാം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933 എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നിരിക്കുന്നത്? മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാനും മെഡിക്കൽ പ്രൊഫഷണലുകൾക്കായിട്ടുള്ള എത്തിക്സ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവന്നത്. ഈ ഒരു ആക്ട് പ്രകാരം അതത് സംസ്ഥാനങ്ങളില് എന്താണ് സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകള് രൂപീകരിച്ചിട്ടുണ്ട്. അത്തരം കൗൺസിലുകൾ അതത് സംസ്ഥാനങ്ങളിലെ മെഡിക്കൽ എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യുന്നു. അതുകൂടാതെ ടീച്ചിങ് ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജ് പോലെയുള്ള ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ അംഗീകാരം ആരാണ് കൺട്രോൾ ചെയ്യുന്നത്? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 കേട്ടോ. 1947 ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും. ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ ദ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. അതായത് ഈ നഴ്സുമാരുടെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും ആവശ്യകതകളും രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ട് ഏതാണ്? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. കിട്ടിയോ നിങ്ങൾക്ക്? അതായത് നഴ്സസിന്റെ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും അവരുടെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടോ നഴ്സസിന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ വിദ്യാഭ്യാസ മാനദണ്ഡങ്ങളും
അതുപോലെ മറ്റുള്ള ആവശ്യകതകളും രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. ഓക്കെ, അടുത്തത് എന്താണ്? ഫാർമസി ആക്ട് 1948. എന്താണ് ഫാർമസി ആക്ട് 1948 പറയുന്നത്? ഇറ്റ് ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ് സ്റ്റോർസ് ആൻഡ് ദ പ്രൊഫഷൻസ് ഓഫ് ദ ഫാർമസിസ്റ്റ്. അപ്പൊ ശരിക്കും പറഞ്ഞ എന്താണ്? ഫാർമസികളുടെ സ്ഥാപനങ്ങളും അല്ലെ, ഫാർമസിയും അതുപോലെ മറ്റ് ഡ്രഗ് സ്റ്റോറുകളുടെ ഒക്കെ എസ്റ്റാബ്ലിഷ്മെന്റ് അല്ലെ, അതിന്റെ സ്ഥാപനവും അതുപോലെ പ്രൊഫഷൻസ് ഓഫ് ഫാർമസിസ്റ്റ് അല്ലെ, ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് നയങ്ങളും മറ്റും രൂപീകരിക്കുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് എന്ത്? ഫാർമസി ആക്ട്. പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലെ, ഫാർമസികളുടെ എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റിനും, ഫാർമസി മാത്രമല്ല ഡ്രഗ് സ്റ്റോറുകൾ അല്ലെ, അവരുടെയൊക്കെ എസ്റ്റാബ്ലിഷ്മെന്റിനും അതുപോലെ ഫാർമസിസ്റ്റുകളുടെ പ്രൊഫഷനെ കൺട്രോൾ ചെയ്യുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും ഒക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നതിന് കാരണമായിട്ടുള്ള ആക്ടാണ് ഫാർമസി ആക്ട് 1948. A hospital has to attain a drug license if it sells drugs across the counter. ഒരു ഹോസ്പിറ്റലിന് ഒരു ഫാർമസി അവിടെ പ്രവർത്തിക്കണമെങ്കിൽ, ഈ ഫാർമസി ഒരു ഹോസ്പിറ്റലിനകത്ത് ഫാർമസികളുണ്ട്, അത് കൂടാതെ പുറത്തും നമ്മളുണ്ടല്ലോ ഫാർമസികളുണ്ട്. അപ്പൊ ഒരു ഫാർമസിക്ക് മരുന്നുകൾ സെല് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തുണ്ടായിരിക്കണം? ഡ്രഗ് ലൈസൻസ് അവർക്ക് ഉണ്ടായിരിക്കണം. അത് ഡ്രഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫാർമസി പ്രവർത്തിപ്പിക്കാനും അതുപോലെ മരുന്നുകൾ സെല് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെന്താണ്? ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ദ ഡ്രഗ്സ് കേട്ടോ. അതുപോലെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ മരുന്നുകൾ വിതരണം ചെയ്യാനായിട്ട് എന്തുള്ളൂ? റൈറ്റ് ഉള്ളൂ കേട്ടോ. ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകൾ. നിങ്ങൾ ഫാർമസി ഒക്കെ പഠിച്ചതാണല്ലോ, ഫാർമസി പഠിച്ചതല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാലോ ഓരോ കാര്യങ്ങൾക്ക്. ഇപ്പൊ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ, മറ്റുള്ള ഡ്രഗ് ഡിസ്പെൻസിംഗ് ടു പേഷ്യൻസിന്, ക്വാളിറ്റി കൺട്രോളിന്, അതുപോലെ മെഡിക്കൽ സ്റ്റോറിന്റെ മാനേജ്മെന്റിന് എല്ലാത്തിനും എന്തുണ്ട്? ഫാർമസിസ്റ്റുകളുണ്ട് അല്ലെ. എപ്പോഴും ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകൾക്ക് മാത്രമേ മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഫാർമസി ആക്ട് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് കേട്ടോ. വർഷമൊന്നും അതിനകത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്നല്ലോ. നമ്മുടെ നാട്ടിൽ ജനനമായി കഴിഞ്ഞാൽ, മരണമായി കഴിഞ്ഞാൽ, വിവാഹം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലായിട്ട് ഇങ്ങനെ ജനനം മരണമൊക്കെ നടക്കുന്ന ഹോസ്പിറ്റലുകളിൽ ജനിക്കുന്നു, ഹോസ്പിറ്റലുകൾ മരണപ്പെടാറുണ്ട്. അപ്പൊ ഹോസ്പിറ്റലുകാർ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള ജനനങ്ങള്, മരണങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത് കേട്ടോ. ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ കൺസേണിംഗ് ഇൻഫോമിംഗ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽ. അതായത് ഹോസ്പിറ്റലുകളിലെ ജനനം അതുപോലെ തന്നെ മരണം അതൊക്കെ അറിയിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഹോസ്പിറ്റലിന്റെ ഉത്തരവാദിത്തങ്ങളെ പറ്റി പറയുന്നതിന് കാരണമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെ പറ്റി പറയുന്ന ഒരു ആക്ടാണ് ഇത് ബർത്ത് ആൻഡ് ഡെത്ത് പ്ലസ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. മാരേജ് രജിസ്ട്രേഷൻ അറിയാമല്ലോ, വിവാഹമൊക്കെ രജിസ്റ്റർ ചെയ്യാറുണ്ട്, എങ്കിൽ മാത്രമേ അതിന് നിയമസാധുത ഉണ്ടാവുള്ളൂ അല്ലെ. പിന്നെന്താണ്? They should be notified immediately to the local municipal authority and the registrar's office കേട്ടോ. അപ്പൊ ജനനം ആയിക്കഴിഞ്ഞാലും മരണം ആയിക്കഴിഞ്ഞാലും അതെപ്പോഴും പ്രാദേശിക മുനിസിപ്പൽ അധികാരിയെ അല്ലെങ്കിൽ രജിസ്ട്രാർ അല്ലെ, രജിസ്ട്രാർ ഓഫീസില് അറിയിച്ചിരിക്കണം, എത്രയും പെട്ടെന്ന് നോട്ടിഫൈ ചെയ്തിരിക്കണം. ഇത്രയുമാണ് നമ്മൾ പഠിച്ച ജനറൽ ആക്ടുകൾ. ഇത്രയാണ് 10 എണ്ണം പഠിച്ചു കേട്ടോ. ക്ലിയർ ആയോ? നിങ്ങൾക്ക് മനസ്സിലായോ ആക്ടുകള്? അപ്പോ നമ്മൾ ഈ 10 ആക്ടുകൾ നമ്മൾ പഠിച്ചല്ലേ, ആദ്യത്തെ ജനറൽ ആക്ടുകൾ. ഈ ആക്ടുകളുടെ വർഷങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഈ വർഷങ്ങൾ ഓർത്ത് വെക്കാനായിട്ട് നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുമോ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യാം. ഞാനൊരു കണക്ഷൻ ഇട്ട് തരാം. ഓക്കെ, ഒരു കണക്ഷൻ പോലെ പറഞ്ഞു തരാം. അപ്പൊ ആ ഒരു കണക്ഷൻ വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. അത് ഉപകാരപ്പെടുമോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ല. ഉണ്ടെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ അത് ലീവ് ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇവിടെ ജനറൽ ആക്ട് എന്ന് പറയുന്നത് ഒരു 10 ആക്ടുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 10 ആക്ടുകളെ ഞാൻ ജസ്റ്റ് ആ ഒരു വർഷങ്ങളുടെ ഓർഡറിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുകയാണ്. അതായത് ഏറ്റവും ആദ്യത്തെ വർഷം തൊട്ട് ലേറ്റസ്റ്റ് വർഷം വരെയുള്ള ഒരു ഓർഡറിൽ ഇപ്പൊ പഠിച്ച 10 ആക്ടുകൾ ഞാനൊന്ന് ജസ്റ്റ് പറയാം.
നോക്കുക കേട്ടോ. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ഏറ്റവും ആദ്യത്തെ വർഷം നമ്മൾ ഈ പഠിച്ചതിനകത്ത് വരുന്ന ആക്ടില് ആദ്യത്തെ വർഷം 1933 തൊട്ടാണ് ഏറ്റവും പഴക്കം ചെന്ന വർഷം. അപ്പൊ അന്ന് വന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണ് കേട്ടോ. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. പിന്നെ 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. 1947 നമ്മൾ 2 ആക്ടുകൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് പഠിച്ചു, അതുപോലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പഠിച്ചു. രണ്ടും ഒരേ വർഷമാണ് കേട്ടോ, 1947. അതുപോലെ 1948 നമ്മൾ 3 ആക്ടുകളാണ് പഠിച്ചത്. ഇതൊക്കെയാണ്: ഒന്ന് ഫാർമസി ആക്ട്, പിന്നെ മിനിമം വേജസ് ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഇതിന്റെ 3ന്റെ വർഷം 1948 ആണ്. പിന്നെ 1952 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്, PF ആക്ട്. 1965 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. ദെൻ 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഇതാണ് നമ്മൾ ഈ 10 ആക്ടുകൾ. ഞാൻ ആ ഒരു തുടക്കം നമ്മൾ പഠിച്ച ആ ഒരു തുടക്ക വർഷം തൊട്ട് ലേറ്റസ്റ്റ് വർഷം വരെയുള്ള ഒരു ഓർഡറിലാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി നമുക്കിതൊന്ന് ഓർക്കണം. ഓക്കെ, ഓർക്കുമ്പോ ഞാൻ ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണ് കേട്ടോ. വലിയൊരു ബ്ലണ്ടർ ആണ് പറയുന്നത്. എങ്കിലും നിങ്ങൾക്ക് പഠിക്കുമ്പോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് എടുത്താൽ മതി, അല്ലെങ്കിൽ വിട്ടേക്കുക കേട്ടോ. ഞാൻ ചെറിയ കണക്ഷൻ പോലെ പറയുകയാണ്, ഒരു കഥ പോലെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കറിയാം 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് ആണല്ലോ. അപ്പൊ നിങ്ങൾ വെറുതെ ഒന്ന് ഇങ്ങനെ ചിന്തിക്കാം. 1933 ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകരിച്ചു. ആ രൂപീകരിച്ചതിന് കാരണമായിട്ടുള്ള ആക്ട് ആണല്ലോ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. വെറുതെ ചിന്തിക്കാം. ഒരു എന്താ പറയുക, മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, അത് അങ്ങനെ ചിന്തിക്കാം. മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യാം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ രൂപീകൃതമായി മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം 1933. അപ്പൊ നമുക്ക് അന്ന് മെഡിസിൻ ചേരണമെന്ന് മെഡിസിൻ ചേരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് നമുക്ക് എന്താണ്, പൈസ ഇല്ലാത്തത് കൊണ്ട് ചേരാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. പക്ഷെ നമുക്ക് പൈസ ഒത്തു വന്നു. എപ്പോഴാണെന്നറിയോ? 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോ. അപ്പൊ 1936 പേയ്മെന്റ് കൊടുത്തുകൊണ്ട് നമ്മൾ ആ മെഡിസിന് ചേരുകയാണ്. അപ്പൊ പേയ്മെന്റ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ പേയ്മെന്റ് റെഡിയായി, മെഡിസിന് ചേരാനുള്ള പേയ്മെന്റ് റെഡിയായി എന്ന് വിചാരിക്കാം. പേയ്മെന്റ് കിട്ടാട്ടോ. അപ്പൊ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. അതൊന്ന് ചിന്തിക്കാം കേട്ടോ. 1933 മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് ചേരാനായിട്ട് പറ്റിയില്ല. പേയ്മെന്റ് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, പേയ്മെന്റ് ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കാം. പക്ഷെ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോ 1936 ആയി കഴിഞ്ഞപ്പോ കൊടുക്കാനുള്ള പേയ്മെന്റ് ഒക്കെ സെറ്റ് ആയി. സോ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936 അതങ്ങനെ ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പഠിച്ചത് 1947 ആക്ട് ആണ്. ഒരു കാര്യം അറിയാം, 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മൾ ഒരിക്കലും മറക്കില്ല, നമ്മൾ ഇന്ത്യക്കാരല്ലേ, അപ്പൊ നമ്മൾ ഒരിക്കലും മറക്കില്ല അല്ലെ. 1947 നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. ഈ സ്വാതന്ത്ര്യം കിട്ടുന്ന വർഷം എന്ന് പറഞ്ഞാല് നമ്മുടെ ഇന്ത്യയിൽ വളരെ സംഘർഷഭരിതമായിരുന്നു അല്ലെ. ഒരുപാട് ഡിസ്പ്യൂട്ടുകളൊക്കെ നടക്കുന്ന, ഒരുപാട് സംഘർഷഭരിതമായിട്ടൊരു സാഹചര്യം ആയിരുന്നു നമ്മുടെ 1947 നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ. അപ്പൊ നിങ്ങൾ വെറുതെ ചിന്തിക്കാം, 1947 തർക്കങ്ങളാണല്ലോ, എല്ലായിടത്തും സംഘർഷങ്ങളാണ്, ഡിസ്പ്യൂട്ടുകളാണ്. സോ നഴ്സസിന്റെ ഇടയിലും ഒരു ഡിസ്പ്യൂട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായെന്ന് വിചാരിക്കാം. കാര്യം നമ്മൾ ഡിസ്പ്യൂട്ട് നടക്കുന്നുണ്ട്, പ്രശ്നങ്ങളാണ്, കാര്യം നമ്മുടെ ഭരണഘടന ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പൊ ഇതൊന്ന് ചിന്തിക്കാം. അപ്പൊ എന്താണ്, നഴ്സസിന്റെ ഇടയിൽ ഒരു വലിയൊരു ഡിസ്പ്യൂട്ട് അന്ന് ഉണ്ടായെന്ന് വിചാരിക്കാം. കണക്ട് ചെയ്യാൻ പറയുന്നതാണ്. അപ്പൊ നഴ്സസിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ വഴക്ക്, തർക്കം ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഓർക്കുക 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അതുപോലെ തന്നെ എന്താണ്, ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. നഴ്സസിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 അതുപോലെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947. ഓക്കെ, അപ്പൊ അതൊന്നും കണക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ആണല്ലോ 1947 നഴ്സസിന്റെ ഇടയിൽ ഡിസ്പ്യൂട്ട് ഉണ്ടായി. എന്തായാലും ഡിസ്പ്യൂട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവില്ല. ആളുകൾക്കിടയിൽ തർക്കം ഉണ്ടാവണമെങ്കിൽ എന്തെങ്കിലും ഒരു റീസൺ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അവർ തർക്കിക്കുന്നുണ്ടാവുക. അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ അന്നത്തെ ആ ഒരു വർഷം തന്നെ പിറ്റത്തെ വർഷം, അതായത് 1948 പിറ്റത്തെ വർഷത്തില് അവര് ഡിസ്പ്യൂട്ട് ചെയ്തതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ആ കാരണങ്ങൾക്ക് ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ പിറ്റത്തെ വർഷം കുറച്ച് കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കാന്ന് വിചാരിക്കാം. എന്തിനോ വേണ്ടി തർക്കിച്ചു, എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി തർക്കിച്ചു, അതിന് ഒരു പരിഹാരം എന്നോണം പിറ്റത്തെ വർഷം കുറച്ച് കാര്യങ്ങൾ അവർക്ക് അനുവദിച്ചു കൊടുക്കാണ്.
അതായത് 1948 3 ലോകളാണ് നമ്മൾ പഠിച്ചത്. ഫാർമസി ആക്ട്, മിനിമം വേജസ് ആക്ട്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, നഴ്സസ് കത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അവർക്ക് മിനിമം വേജസ് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് തർക്കിച്ചത്. അപ്പൊ പിറ്റത്തെ വർഷം അവർക്ക് അനുവദിച്ചു കൊടുത്തു മിനിമം വേജസ് ആക്ട് 1948. പോരാത്തതിന് അവർക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കാമെന്ന് വെക്കും, ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പൊ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, അത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മൾ പഠിച്ചല്ലോ, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. പോരാതെ അവർക്ക് സൗജന്യമായിട്ട് മരുന്നുകളും കൊടുക്കാതെ വെക്കും. അപ്പൊ ഫാർമസി ആക്ട് ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പൊ ഫാർമസി ആക്ട് 1948 അവർക്ക് മിനിമം വേജസ് വിട്ട് തരാം, മിനിമം വേജസ് ആക്ട് 1948. പോരാത്തതിന് നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസും തന്നേക്കാം. നിങ്ങളുടെ ഡിസ്പ്യൂട്ട് എന്താണ് നിങ്ങളുടെ ഒരു തർക്കം വേണ്ട, നിങ്ങൾക്കൊരു സൗജന്യ ഹെൽത്ത് ഇൻഷുറൻസും തരാം എന്നുള്ള രീതിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് 1948 അനുചരിക്കാം. പിന്നെ 1952 1952 എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. നമുക്കറിയാലോ, PF എന്ന് പറയുന്നത് ഒരു സുരക്ഷാ എന്താ പറയാ സേവിങ്സ് പദ്ധതിയാണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, അപ്പൊ പെട്ടെന്ന് നമുക്ക് PF ന്നാണ് പൈസ എടുക്കാൻ പറ്റിയത്. അപ്പൊ 52ാമത്തെ വയസ്സിലാണെന്ന് വെറുതെ ഒന്ന് ചിന്തിക്കാം. അപ്പൊ 1952 എന്തെടുത്തു? പ്രൊവിഡന്റ് ഫണ്ട് എടുത്തു. എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾക്ക് അതിന്റെ അത്യാവശ്യം ഫണ്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. 65 ബോണസ് കിട്ടി. 65ാമത്തെ വയസ്സിൽ ചെയ്ത ജോലിക്ക് കുറച്ചൊരു ബോണസ് കിട്ടി. അത് ഇങ്ങനെ ചിന്തിക്കാം. 1965 പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 72 വയസ്സാവുന്ന ഏകദേശം നമ്മുടെ ജോലിയൊക്കെ നമുക്ക് വിടേണ്ട ഒരു അവസ്ഥയായി. നമ്മളൊരു മരണാസന്നനായെന്ന് വിചാരിക്കും. ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടി? ഗ്രാറ്റുവിറ്റി കിട്ടി. അപ്പൊ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972 ഒന്ന് കണക്ട് ചെയ്യുക, ഒരു കഥ പോലെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 1933 മെഡിസിൻ സ്റ്റാൻഡേർഡ് ഓഫ് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്. ഓക്കെ, അന്ന് ചേരാൻ പറ്റിയില്ല. 3 വർഷങ്ങൾക്ക് ഇപ്പുറം പേയ്മെന്റ് കൊടുക്കാൻ പറ്റി. 1936 പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അത് കഴിഞ്ഞ് നമുക്ക് 1947 നമ്മൾ പഠിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. അന്ന് നഴ്സസിന്റെ ഇടയിലും വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടായി, ഡിസ്പ്യൂട്ട് ഉണ്ടായി. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947. എന്തിനോ വേണ്ടി തർക്കിച്ച ആ തർക്കങ്ങൾക്ക് പരിഹാരം എന്നോണം പിറ്റത്തെ വർഷം 1948 അവർക്ക് സൗജന്യമായിട്ട് മരുന്ന് കൊടുക്കാനായിട്ടു. ഫാർമസി ആക്ട്. പോരാത്തതിന് മിനിമം വേജസ് കൊടുക്കാം. എന്താണ് മിനിമം വേജസ് ആക്ട്. കൂടാതെ ഹെൽത്ത് ഇൻഷുറൻസ് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട് 1948. 52 PF പിൻവലിച്ച് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഓർക്കാം. 1952 പേയ്മെന്റ് ഓഫ് എന്താണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ആക്ട്. 65 ബോണസ് കിട്ടി. 1965 എന്താണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. 72 ഗ്രാറ്റുവിറ്റി കിട്ടി. അതിന് ജോലി വിടേണ്ട ഒരു സാഹചര്യമായി. ഓക്കെ, അപ്പൊ എന്താണ് പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. ഞാൻ വെറുതെ ഒരു കണക്ഷന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ, എങ്ങനെയെങ്കിലും അത് പഠിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് അർത്ഥമുണ്ടെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാം കേട്ടോ. വലിയൊരു ബ്ലണ്ടറൊക്കെയാണ് പറയുന്നത്, പക്ഷെ എങ്കിൽ കൂടിയും ഏതെങ്കിലും തരത്തില് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊന്നും കണക്ട് ചെയ്യാം. കാരണം ഇങ്ങനെയൊക്കെയുള്ള വർഷങ്ങൾ നമുക്ക് എന്തെങ്കിലും കണക്ഷൻ കൊടുക്കാൻ പെട്ടെന്ന് കിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. വേറെ പെടുന്നുണ്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ എടുക്കണ്ട കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ലോ ഓഫ് ടോട്ട്സ് ആണ് കേട്ടോ. ലോ ഓഫ് ടോട്ട്സ്. ടോട്ട്സ് നിയമങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. എന്താണ് ടോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വായിക്കാം. അതിന് മുമ്പ് എന്താണെന്ന് മനസ്സിലാക്കാം കേട്ടോ. ടോട്ട് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മറ്റൊരാൾക്കോ, ശ്രദ്ധിച്ചു കേൾക്കാം, മറ്റൊരാൾക്കോ അല്ലെങ്കിൽ അവരുടെ സ്വത്തിനോ അവകാശത്തിനോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികള് അല്ലെങ്കിൽ ഒഴിവാക്കലുകള് അതെല്ലാം കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ടോർട്ട് നിയമം. ഇതാണ് ടോർട്ട് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റൊരാൾക്കോ അവരുടെ സ്വത്തിനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്കോ ദോഷമോ പരിക്കോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികളുടെയും ഒഴിവാക്കലുകളും കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ടോർട്ട് നിയമം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ മൂലം നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നവരുണ്ടാവാം, അറിയാതെ അല്ലെ, നമ്മുടെ അറിവില്ലാതെ, മനഃപൂർവ്വമല്ല അല്ലാതെ നമ്മുടെ അശ്രദ്ധ കൊണ്ടൊക്കെ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ട് വരികയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കുകയാണ്, അവർക്ക് എന്തെങ്കിലും പരിക്ക് സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് എന്തെങ്കിലും ലംഘനങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഒഴിവാക്കലുകൾ. ഒഴിവാക്കൽ എന്ന് പറയാൻ കാരണമുണ്ട്. നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ലെ, ഒഴിവാക്കാതെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കണം.
അങ്ങനെ ഒഴിവാക്കി കഴിയുമ്പോൾ അവർക്ക് അതുപോലെ നല്ല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണെങ്കിൽ അതുപോലെ ഒരു നഷ്ടം വരുന്നുണ്ടെങ്കിലും പ്രശ്നമാണ് അല്ലെ. അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ബ്രാഞ്ച്, ഒരു ശാഖയാണ് ടോർട്ട് നിയമം എന്ന് പറയുന്നത്. എളുപ്പമാണത്. ഇനി നമുക്ക് വായിക്കാം, എളുപ്പം മനസ്സിലാവുന്നത് ലോ ഓഫ് ടോർട്ട് കേട്ടോ. ആദ്യം തന്നെ ഈ ടോർട്ട് എന്ന വാക്ക് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത് അതാണ് നോക്കുന്നത് കേട്ടോ. ദ വേർഡ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ദ വേർഡ് ടോർട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോർട്ടസ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ വേർഡ് ടോർട്ട് ദാറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോർട്ടസ്. ലാറ്റിൻ വേർഡ് ടോർട്ടസ് ദാറ്റ് മീൻസ് എന്താണ് എന്റെ അർത്ഥം? ട്വിസ്റ്റഡ് ഓർ ക്രൂഡ് എന്നാണ് കേട്ടോ. ട്വിസ്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? വളച്ചൊടിച്ചത്, വക്രമായത്. അതുപോലെ അതെന്നെയാണ് ക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നെ അർത്ഥം? ട്വിസ്റ്റഡ് ഓർ ക്രൂഡ് എന്ന് പറഞ്ഞാൽ എന്താ? വളച്ചൊടിച്ചത്, വക്രമായത്, നേരെ അല്ലാത്തത്. ഇത്രയുള്ളൂ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കാൻ, ടോർട്ട് എന്ന വാക്ക് ടോർട്ടസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഒറിജിനേറ്റ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ട്വിസ്റ്റഡ് ഓർ ക്രൂഡ് എന്നാണ് കേട്ടോ. വളച്ചൊടിച്ചത്, വക്രമായത് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ്, എന്താണ് ടോർട്ട് നിയമം? ഓക്കെ, എനി റോങ്, injury or damage is done to the person for which a civil suit can be brought. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റൊരാൾക്കോ അവരുടെ സ്വത്തുക്കൾക്കോ അവകാശങ്ങൾക്കോ പരിക്കോ ദോഷമോ ഉണ്ടാക്കുന്ന തെറ്റായ പ്രവൃത്തികള് കൈകാര്യം ചെയ്യുന്ന സിവിൽ നിയമത്തിന്റെ ഒരു ശാഖയാണ് എന്തെന്ന് പറയുന്നത്? ടോർട്ട് നിയമം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി അതിന്റെ എക്സാമ്പിളുകളാണ് കേട്ടോ. നമ്മളിപ്പോ മെഡിക്കോ ലീഗൽ കേസ് പറഞ്ഞപ്പോ അതിന് കുറെ എക്സാമ്പിൾ പഠിച്ചില്ലേ? അതുപോലെ ടോർട്ടിനാണ് എക്സാമ്പിൾ അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കി വെക്കാം. ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ. ഇവിടുത്തെ ആക്ട് എന്ന് പറഞ്ഞാല് നിയമം എന്നുള്ള അർത്ഥമല്ല കേട്ടോ, പ്രവർത്തനങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ പ്രവൃത്തികളാണ് കേട്ടോ. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അൺനെസസറി ഓപ്പറേഷൻസ് ആണ്, അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ. ചിലപ്പോൾ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ അറിയാതെ ആയിരിക്കാം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു പരിക്കുണ്ടാക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് എന്താണ്? ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, ദാറ്റ് മീൻസ് അൺനെസസറി ഓപ്പറേഷൻ, അനാവശ്യമായിട്ടുള്ള പ്രവൃത്തികൾ. അത് മനഃപൂർവ്വമാവാം അല്ലെങ്കിൽ മനഃപൂർവ്വം അല്ലാത്തതും ആവാം. അതുമൂലം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെയാണ് ആക്ട് ഓഫ് ഒമിഷൻ, ഒഴിവാക്കൽ പ്രവർത്തനങ്ങള്. ഒഴിവാക്കൽ പ്രവർത്തനങ്ങൾ ഒരു എക്സാമ്പിൾ പോലെ അവിടെ പറയുന്നുണ്ട്. ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്മോർട്ടം ആണ് കേട്ടോ. ഓട്ടോപ്സിന്ന് കേട്ട് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? പോസ്റ്റ്മോർട്ടം ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മതം കൂടാതെ നടത്തുന്ന പോസ്റ്റ്മോർട്ടം. ഇപ്പൊ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാല് അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ അവരുടെ ബന്ധപ്പെട്ട ആളുകളുടെ സമ്മതം ആവശ്യമാണ് കേട്ടോ. അവരുടെ സമ്മതമില്ലാതെ എന്ത് ചെയ്യാണ്? ഓട്ടോപ്സി. അപ്പൊ എന്താണ്? സമ്മതം വാങ്ങാന്നുള്ളത് അതിന്റെ റൂളായിരുന്നു. ഓക്കെ, അതിനെ മനഃപൂർവ്വം ഒഴിവാക്കാണ് അല്ലെ. അതിനെ ഒഴിവാക്കിക്കൊണ്ട് എന്ത് ചെയ്യാണ്? നമ്മൾ ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാണ് അല്ലെ. അപ്പൊ അത് എന്റെ എക്സാമ്പിൾ ആണ് കേട്ടോ. ആക്ട് ഓഫ് ഒമിഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിനിങ് കൺസെന്റ്. സമ്മതമില്ലാതെ നടത്തുന്ന പോസ്റ്റ്മോർട്ടം. സമ്മതം വാങ്ങേണ്ടത് റൂളാണ്, അത് നിയമമാണ്. അത് മനഃപൂർവ്വം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? പോസ്റ്റ്മോർട്ടം നടത്താൻ കേട്ടോ. ആക്ട് ഓഫ് ഒമിഷൻ. പിന്നെ നെഗ്ലിജൻസ്, മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഹോസ്പിറ്റലുകളിലൊക്കെ മെഡിക്കൽ അശ്രദ്ധ മൂലമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സാമ്പിൾ പോലെ അവിടെ പറയാണ് സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. സ്വാബ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, തുണി കഷ്ണം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. നമ്മൾ ഈ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുമ്പോഴേ ചില ആളുകൾ എന്ത് ചെയ്യും? മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം ചിലപ്പോൾ എന്ത് ചെയ്യും? അവരുടെ പേഷ്യന്റിന്റെ വയറ്റിന് വല്ല ഇൻസ്ട്രുമെന്റ്സോ കത്രികയോ സൂചിയൊക്കെ മറന്നു വെക്കാറുണ്ട് അല്ലെ. അതിന്റെ സ്വാബ് മീൻസ് വല്ല കോട്ടൺസോ തുണിയൊക്കെ അല്ലെങ്കിൽ ചെറിയ കോട്ടൺ പീസുകളൊക്കെ മറന്നു വെക്കുന്ന സംഭവങ്ങളൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങള്? ന്യൂസിലൊക്കെ കേട്ടിട്ടില്ലേ? പിന്നീട് വയറുവേദനയൊക്കെ വന്ന് ചെക്ക് ചെയ്യുമ്പോഴാണ് പണ്ടെങ്ങോ ചെയ്ത ഓപ്പറേഷന്റെ ഇൻസ്ട്രുമെന്റ് ഒക്കെ വയറ്റി കിടക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ ആ രീതിയിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകളുണ്ട് അല്ലെ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അതൊക്കെ ടോർട്ട് നിയമത്തിന്റെ കാര്യം നോക്കിയ ഒരാളുടെ മെഡിക്കൽ ഡോക്ടറുടെ അവരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് മൂലം ഒരു രോഗിക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അല്ലെ. മറ്റൊരാളുടെ അശ്രദ്ധ മൂലം വന്നതല്ലേ. അപ്പൊ അതൊക്കെ എന്തിനു വരുന്നുണ്ട്? ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. നെഗ്ലിജൻസ്, സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ. അടുത്തതാണ് ഇന്റൻഷണൽ ഇന്റർഫറൻസ്. ഇന്റൻഷണൽ ഇന്റർഫറൻസ് അതായത്
ബോധപൂർവം നടത്തുന്ന ചില ഇടപെടലുകള് ഇന്റൻഷനലി ചെയ്യുന്നതാണ്. അതായത് മനഃപൂർവ്വം ബോധപൂർവം നടത്തുന്ന ചില ഇടപെടലുകള്. അത് ഇത് വേണമെങ്കിലും ആവാം കേട്ടോ. അത് മാനസികമായിട്ടാവാം, ശാരീരികമായിട്ടാവാം. നമ്മൾ ബോധപൂർവ്വം ഒരാളെ ഉപദ്രവിക്കണം എന്ന് കരുതി ചെയ്യുന്ന ചില ഇടപെടലുകൾ കേട്ടോ. അത് നോക്കി ദാറ്റ് ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ് അല്ലെ. ഒരാളുകളുടെ മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. പിന്നെന്താണ്? ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റം അല്ലെ. നമുക്കറിയാം, നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുസരിച്ച് എന്താണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലിക അവകാശമാണ്. സ്വകാര്യതയ്ക്കുള്ള അവകാശമുണ്ട്. അതൊരു ഭരണഘടന നമുക്ക് അനുവദിച്ചു തരുന്ന ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിലേക്ക് ഒരാൾക്കും കടന്നു കയറാനുള്ള എന്തില്ല, അനുവാദമില്ല. സോ ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി, സ്വകാര്യതയിലേക്കുള്ള കടന്നു കയറ്റം. ഓക്കെ, അത് പിന്നെന്താണ്? ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ബ്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ലംഘനം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി, ചില പ്രൊഫഷണൽ സീക്രസിയുടെ ലംഘനം. അതായത് നമുക്കറിയാം, ഇപ്പൊ മെഡിക്കൽ പ്രൊഫഷൻ തന്നെ എടുക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് രോഗികളുടെ കോൺഫിഡൻഷ്യാലിറ്റി വളരെ, അവരുടെ സ്വകാര്യത വളരെ എന്താണ്, കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും എന്ത് ചെയ്യണം, കീപ്പ് ചെയ്യണം. പ്രത്യേകിച്ച് അവരെ ചികിത്സിക്കുന്ന മെഡിക്കൽ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത് രോഗിയെ സംബന്ധിക്കുന്ന സീക്രസികൾ അവർ വിട്ടു പോകരുത് അല്ലെ. കാര്യം അത് അത്രയും കോൺഫിഡൻഷ്യാലിറ്റി ഉള്ള കാര്യങ്ങളാണ്. അപ്പോ അത് നമ്മളൊരാളുടെ കോൺഫിഡൻഷ്യാലിറ്റിയിൽ എന്താണ് പുറത്തേക്ക് വെളിപ്പെടുത്താണ് അല്ലെ. അതാണ് ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി. ഒരു പ്രൊഫഷണൽ കാര്യങ്ങളുടെ അത്തരം സീക്രസികളെ നമ്മൾ എന്ത് ചെയ്യണം, ലംഘിച്ചുകൊണ്ട് അത് പുറത്തേക്ക് എന്ത് ചെയ്യാണ്, ഡിസ്ക്ലോസ് ചെയ്യുന്ന കേസുകൾ. അതൊക്കെ എന്താണ്, ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. കാര്യം അതുമൂലം മറ്റൊരാൾക്ക് ദോഷം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? ബാറ്ററി. ബാറ്ററി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ക്രൂരമായിട്ടുള്ള, അല്ലെങ്കിൽ ബാറ്ററി മീൻസ് അതിക്രമങ്ങളാണ് കേട്ടോ. ക്രൂരമായിട്ടുള്ള പീഡനങ്ങള് അല്ലെങ്കിൽ ശാരീരിക ആക്രമണങ്ങള്, അതിനെയാണ് ബാറ്ററി എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം, ഒരു എക്സാമ്പിൾ പോലെ പറയുന്നുണ്ട്, സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യൻസ് കൺസെന്റ് കേട്ടോ. അതായത് പേഷ്യന്റിന്റെ സമ്മത പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന സർജറികള് അല്ലെ. ഇപ്പൊ ഒരു രോഗിയുടെ നമ്മളൊരു സർജറിക്ക് വിധേയമാക്കുന്ന ഒരു രോഗി, അപ്പൊ അയാളുടെ സമ്മതം ഇല്ലാതെ അയാള് അബോധാവസ്ഥയിലായിരിക്കും. പക്ഷെ എന്താണ്, അവരുടെ മറ്റേതെങ്കിലും അവയവങ്ങൾ മാറ്റുകയോ അല്ലെങ്കിൽ അവയവങ്ങൾ എടുക്കുകയോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ, അതൊക്കെ കേട്ടോ. സർജൻ ഗോയിങ് ബിയോണ്ട് ദ ലിമിറ്റ് ഓഫ് പേഷ്യന്റ് കൺസെന്റ്, ഒരു പേഷ്യന്റിന്റെ സമ്മത പരിധിക്ക് അപ്പുറത്തേക്ക് ചെയ്യുന്ന ചില സർജറികള് അല്ലെ. അതൊക്കെ അവര് പോലും അറിയാതെ അവരുടെ അവയവങ്ങൾ എന്തെങ്കിലും മാറ്റുകയോ സർജറി സമയത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന കേസുകളൊക്കെ പണ്ടുണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ അതിനൊക്കെയാണ് ബാറ്ററി എന്ന് പറയുന്നത്. അതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ, ലിസ്റ്റ് ഒന്ന് വായിക്കേട്ടോ. ഇതിന് കുറച്ച് വെള്ളം പൊട്ടിയിട്ട്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മിസ്സലേനിയസ് ആയിട്ടുള്ള ടോർട്ടുകളാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ ടോർട്ടുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് പുറമെ വരുന്ന മറ്റു പല ടോർട്ടുകൾക്ക് എക്സാമ്പിൾ, ടോർട്ട് നിയമത്തിന് കീഴിൽ വരുന്ന കുറച്ച് മറ്റു പല എക്സാമ്പിളുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കിയാൽ മതി. മിസ്സലേനിയസ് ടോർട്ട്. ഒന്നാമത്തത് ന്യൂയിസൻസസ് ആണ് കേട്ടോ. ദാറ്റ് മീൻസ് ഇൻകൺവീനിയൻസ് ടു പബ്ലിക്. പബ്ലിക്കിന് ശല്യം ഉണ്ടാക്കുന്ന, അവർക്ക് അസൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ന്യൂയിസൻസസ്. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിനെ വെച്ച് പറയുന്നത്, ഹോസ്പിറ്റലിന്റെ അന്തരീക്ഷം എപ്പോഴും നമ്മൾ എന്താ പറയുന്നത്, വളരെ ക്ലിയർ ആയിരിക്കണം അല്ലെ. ക്ലിയർ അറ്റ്മോസ്ഫിയർ ആയിരിക്കണം, വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടായിരിക്കേണ്ടത് അല്ലെ. എന്നുവെച്ചാൽ അവിടുത്തെ രോഗികൾക്ക് ഒരു കാണാൻ ക്വൈറ്റ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവിടെ ഭയങ്കര ശബ്ദ കോലാഹലങ്ങള് അല്ലെങ്കിൽ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതിന്റെ ശബ്ദങ്ങള്,
അതെന്നൊക്കെ പറയുന്നത് എന്താണ്, പൊതുവെ പേഷ്യൻസിനൊക്കെ കുറച്ച് ന്യൂസൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ പബ്ലിക് ന്യൂസൻസസ് ആണ് കേട്ടോ. പബ്ലിക്കിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ശല്യങ്ങൾ ഉണ്ടാക്കുന്ന, ചിലപ്പോൾ നോയ്സ് ആവാം, മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളാവാം, അതൊക്കെ ഇതിന് കീഴിൽ വരുന്നുണ്ട്, ടോർട്ടിന് കീഴിൽ വരുന്നതാണ് കേട്ടോ ന്യൂസൻസസ്. അതുപോലെ തന്നെയാണ് മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഡെസീറ്റ് ആണ്. ഡെസീറ്റ് എന്ന് പറഞ്ഞാൽ വഞ്ചന എന്നാണ് കേട്ടോ. ചതിക്കുക, വഞ്ചിക്കുക, അതിനെയാണ് മിസ്റെപ്രസെന്റേഷൻ. നമ്മൾ തെറ്റായിട്ട് എന്താണ്, തെറ്റായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അതൊരു ഡെസീറ്റ് അല്ലേ, വഞ്ചനയല്ലേ. അത് നമ്മൾ ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ഒരാളെ വിശ്വസിപ്പിച്ചുണ്ടെന്ന് വരുത്താം അല്ലെ. അപ്പൊ അതൊരാളെ ചീറ്റ് ചെയ്യുന്നതിന് തുല്യാണ് അല്ലെ, വഞ്ചിക്കുന്നതിന് തുല്യാണ്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് കരുതി വരുന്ന ഒരു വ്യക്തിനെ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് അവരോട് പറയുക, അല്ലെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവരോട് ട്രീറ്റ്മെന്റ് എടുക്കാൻ ആവശ്യപ്പെടുക. അതൊക്കെ എന്താണ്, ഒരാളെ നമ്മള് വെറുതെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് കേട്ടോ. അതൊക്കെ മിസ്റെപ്രസെന്റേഷൻ ആണ് അല്ലെ. തെറ്റായില്ലാത്ത കാര്യം ഉണ്ടെന്ന് വരുത്തിച്ച് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ചീറ്റ് ചെയ്യാണ് അല്ലെ. ഡെസീറ്റ്, വഞ്ചന, അതൊക്കെ എന്തിന്റെ കീഴിലാണ് വരുന്നത്? ടോർട്ട് നിയമത്തിന്റെ കീഴിലാണ് വരുന്നത്. അതുപോലെ തന്നെയാണ് എന്ത്, ഡീഫമേഷൻ. ഡീഫമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപകീർത്തിപ്പെടുത്തുക എന്നുള്ള അർത്ഥം കേട്ടോ. അപമാനിക്കുക, അപകീർത്തിപ്പെടുത്തുക, അറിയില്ലെങ്കിൽ എഴുതി വെക്കണം കേട്ടോ. ഡീഫമേഷൻ, ഓക്കെ, അപകീർത്തിപ്പെടുത്തുക അല്ലെങ്കിൽ അപമാനിക്കുക എന്നൊക്കെയുള്ള അർത്ഥം. അതിൽ തന്നെ സ്ലാൻഡർ ഉണ്ട്, ലിബൽ ഉണ്ട്. ഇതിന്റെയൊക്കെ മീനിങ് സെയിം തന്നെയാണ് കേട്ടോ. സ്ലാൻഡർ എന്ന് പറഞ്ഞാലും ലിബൽ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ്? അപമാനിക്കുക അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തുക എന്നുള്ള അർത്ഥമുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ വ്യത്യാസം പറഞ്ഞു തരാം. സ്ലാൻഡർ എന്ന് പറയുന്നത് വാക്കാലുള്ള അപകീർത്തിപ്പെടുത്തലാണ്, ഓറൽ ഡിഫമേഷൻ ആണ്. ഓറൽ ഡിഫമേഷൻ, നമ്മൾ വാക്കാൽ ഒരാളെ അപകീർത്തിപ്പെടുത്തുക. അപ്പൊ ഒരാളെ പറ്റി നമ്മൾ ഇല്ലാത്ത കാര്യങ്ങള് നമ്മൾ ആളുകളോട് പറഞ്ഞു പരത്തുക അല്ലെ, ഓറൽ ഡിഫമേഷൻ ആണ് അല്ലെ. അതാണ് സ്ലാൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ലിബൽ എന്ന് പറയുന്നത് റിട്ടേൺ ആയിട്ടുള്ള എന്താ പറയുക, ഡിഫമേഷൻ ആണ്. ഇല്ല, നമ്മൾ എഴുതി പ്രചരിപ്പിക്കുക, അതാണ് ലിബൽ. രണ്ടും എന്താണ്, അപകീർത്തിപ്പെടുത്തൽ തന്നെയാണ്. പക്ഷെ സ്ലാൻഡർ എന്ന് പറയുമ്പോൾ ഓറൽ ഡിഫമേഷൻ ആണ്, നമ്മൾ പറഞ്ഞ് അപവാദം ഉണ്ടാക്കുകയാണ്. ലിബൽ എന്ന് പറയുമ്പോൾ റിട്ടേൺ ഡിഫമേഷൻ ആണ്. നമ്മൾ ഫേസ്ബുക്കിലൊക്കെ എന്താ പറയുക, അപവാദങ്ങളൊക്കെ എഴുതി പോസ്റ്റ് ഒക്കെ ചെയ്തേ, അതൊക്കെ എന്താണ്, ലിബലാണ്. ശരി, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് എഴുതി തയ്യാറാക്കുക, എഴുതി അപവാദപ്പെടുത്തുക കേട്ടോ. ഓക്കെ, അടുത്തതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ. മലീഷ്യസ് പെർസിക്യൂഷൻ, ദാറ്റ് മീൻസ് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ കേട്ടോ. ശാരീരിക ആക്രമണങ്ങളാകാം, മാനസികമായിട്ടുള്ള ആക്രമണങ്ങളായിരിക്കാം അല്ലെ. അതുപോലെ നമ്മൾ ഒരാളെ എന്താ പറയാ, മനഃപൂർവ്വം എന്താ പറയാ, ബ്ലാക്ക്മെയിൽ ചെയ്യാം, ത്രട്ടൺ ചെയ്യാം, അതൊക്കെ എന്തിനാ എന്ത് വരുന്നതാണ്, മലീഷ്യസ് പെർസിക്യൂഷൻ എന്നിട്ട് വരുന്നതാണ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? ടോർട്ടിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ന്യൂസെൻസസ്, മിസ്റെപ്രസെന്റേഷൻ, ഡിഫമേഷൻ, മലീഷ്യസ് പെർസിക്യൂഷൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ ടോർട്ടിന്റെ ഒറിജിനേഷൻ, ടോർട്ട് എന്ന വേർഡ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്ത് വന്നത്, അതിന്റെ എക്സാമ്പിളുകളൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആക്ട് ആണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. അതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ എന്തിനാണ് അതിന്റെ പ്രാധാന്യം? ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് എന്തുകൊണ്ടാണ് ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന്റെ പ്രാധാന്യം എന്താണെന്ന് വിചാരിക്കും അല്ലെ. നമ്മൾ ഒരു കൺസ്യൂമർ ആണ് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുന്ന ആള് മാത്രമല്ല കൺസ്യൂമർ അല്ലെ, ഒരു സർവീസ് കൈപ്പറ്റുന്ന ആളും കൺസ്യൂമർ തന്നെയല്ലേ. നമ്മൾ ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ പറ്റുന്നുണ്ട്, നമ്മളും എന്താണ് കൺസ്യൂമർ. കൺസ്യൂമർ എന്ന് പറയുന്ന കടയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന ആളുകൾ മാത്രമല്ല അല്ലെ, ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ പോലെയുള്ള ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സർവീസ് കൈപ്പറ്റുന്നതും എന്ത് തന്നെയാണ്, ആ അർത്ഥത്തിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ആ ഒരു ആക്ടിന് ഇവിടെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത് കേട്ടോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അഥവാ ഉപഭോക്തൃ സംരക്ഷണ നിയമം. എന്തൊക്കെയാണ് കുറച്ച് പോയിന്റുകൾ മാത്രമേ നമുക്ക് അവിടെ പഠിക്കാനായിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത്തെ നോക്കുക, ദിസ് ആക്ട് കെയിം ഇൻടു ഫോഴ്സ് 1st September 1987. WEF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് ഇഫക്റ്റീവ് ഫ്രം എന്നാണ് കേട്ടോ. വിത്ത് ഇഫക്റ്റീവ് ഫ്രം എന്ന് വെച്ചാൽ അത് പ്രാബല്യത്തിൽ വന്നത്, നിലവിൽ വന്നത് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവിടെ ചുരുക്കി എഴുതിയിരിക്കുന്നത് WEF വിത്ത് ഇഫക്റ്റീവ് ഫ്രം എന്നാണ് കേട്ടോ. This act came into force 1st September 1987. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 1987 സെപ്റ്റംബർ 1 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രാബല്യത്തിൽ വരുന്നത്, നിലവിൽ വരുന്നത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തത് കേട്ടോ, അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. അതായത് ഈ ഒരു ആക്ടിന്റെ
ബെനിഫിറ്റ്, അഡ്വാൻറ്റേജ് എന്താണ്? ഈ അഡ്വാൻറ്റേജ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഹൈഫൺ ഇട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് അർത്ഥം കിട്ടൂല. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ആണ്. ആ ആക്ടിന്റെ ബെനിഫിറ്റ് എന്താണ്? എന്താണ് ബെനിഫിറ്റ്? മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. അതാണ് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് ആൻഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. അതായത് നമുക്ക് ചുരുങ്ങിയ ചെലവ് കൊണ്ട് ഒരു 3-4 മാസത്തിനുള്ളിൽ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നു. അതായത് നമുക്ക് ഈ പറയുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ആസ് എ കൺസ്യൂമർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് നമുക്ക് വെറും ചുരുങ്ങിയ ചെലവ് കൊണ്ട് 3-4 മാസത്തിനുള്ളിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അതാണ് ഈ ഒരു ആക്ടിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നമുക്ക് വലിയൊരു ചെലവൊന്നും വേണ്ട. അതും നമുക്ക് പെട്ടെന്ന് നമുക്കൊരു പ്രശ്നം ഉണ്ടായി തന്നെ ഒരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനൊരു തീർപ്പ് കൽപ്പിക്കണം. അത് അധികം താമസം വരാതെ, ഡിലേ വരാതെ നമുക്ക് പെട്ടെന്ന് അതിനൊരു പരിഹാരം കിട്ടണം. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ്. എന്താ? വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് വിത്തിൻ 3 to 4 months ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഈ ഒരു ആക്ടിന്റെ അഡ്വാൻറ്റേജ് ആണ് കേട്ടോ. പിന്നെന്താണ്? ഈ ഒരു ആക്ട് പ്രകാരം എന്താണ്? ദിസ് ആക്ട് പ്രൊവൈഡ്സ് റിഡ്രസൽ ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിനൊക്കെയുള്ള പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നുണ്ട്? ഇറ്റ് പ്രൊവൈഡ്സ് റിഡ്രസൽ. റിഡ്രസൽ എന്ന് വെച്ചാൽ എന്താ? പരിഹാരങ്ങൾ കേട്ടോ. റിഡ്രസൽ ഫോർ ദ ഡിഫക്റ്റീവ് ഗുഡ്സ്. ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മോശമായിട്ടുള്ള ഇപ്പൊ എന്തെങ്കിലും വസ്തുക്കൾ, ഇപ്പൊ നമ്മൾ കൺസ്യൂമർ ആണ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങുകയോ പൈസ കൊടുത്ത് എന്തെങ്കിലും സേവനങ്ങൾ കൈപ്പറ്റുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂമേഴ്സ് ആണ് അല്ലെ. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റില് അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന സർവീസുകളിൽ എന്തെങ്കിലും മോശം അല്ലെങ്കിൽ എന്തെങ്കിലും എന്താണ് കേടുപാടുകള് പോരായ്മകൾ ഉണ്ട് എങ്കിൽ അവയ്ക്കൊക്കെ എതിരെയുള്ള ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം ലഭിക്കുന്നുണ്ട് അല്ലെ. ഇതാണ് അവർ പറഞ്ഞ റിഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്. അപ്പൊ കേടുപാടുകളുള്ള മോശമായിട്ടുള്ള വസ്തുക്കൾ നമുക്ക് ലഭിക്കാം. അതുപോലെ ഡെഫിഷ്യന്റ് സർവീസസ്, നമുക്ക് ലഭിക്കുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി പോരായ്മകൾ ഉണ്ടായിരിക്കാം. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അല്ലെ, അതായത് അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങള് അല്ലെ. ഇപ്പൊ നമ്മൾ പൈസ കൊടുത്ത സാധനങ്ങൾ വാങ്ങുന്നു, നമുക്ക് എന്താണ് ആവശ്യത്തിൽ അതിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ പൈസ നമ്മുടെ ഈടാക്കുക. നമ്മുടെ പൈസ ഈടാക്കി നമുക്ക് ലഭിച്ച സാധനമാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള സാധനങ്ങള് അല്ലെങ്കിൽ അവരുടെ വിൽപ്പന ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താണ് തെറ്റായിട്ടുള്ള പരസ്യ പ്രചാരണങ്ങൾ നടത്തുക, അന്യായമായിട്ട് പൈസ നമ്മളിൽ നിന്ന് ഈടാക്കുക, അത് തരുന്നത് നമുക്ക് വളരെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് വല്ല പ്രോഡക്റ്റുകൾ തരിക, അതൊക്കെ എന്താണ് കൺസ്യൂമറിന് നഷ്ടം വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അത്തരം പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമുക്ക് ഈ ഒരു ആക്ട് പ്രകാരം ലഭിക്കുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായ 3 കാര്യങ്ങള് ഇതൊക്കെയാണ്. 1987 സെപ്റ്റംബർ 1 ഈ ഒരു ആക്ട് നിലവിൽ വരുന്നത്. ഈ ആക്ടിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് പറഞ്ഞത്? ചുരുങ്ങിയ ചെലവില് നമുക്ക് 3-4 മാസത്തിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്നു. പിന്നെ എന്തിനൊക്കെയുള്ള പരിഹാരം തരുന്നുണ്ട്? ഡിഫക്റ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്താ ലഭിക്കുന്ന സേവനങ്ങളുടെ എന്തെങ്കിലും പോരായ്മകള്, അന്യായമായിട്ടുള്ള വ്യാപാര സമ്പ്രദായങ്ങൾ മൂലം കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിക്കാം. അപ്പൊ അതിലൊക്കെ ഉള്ളൊരു പ്രൊട്ടക്ഷൻ, പരിഹാരം നമുക്ക് ഈ ആക്ട് പ്രകാരം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ആരാണ് കൺസ്യൂമർ? ഹു ഈസ് എ കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാല് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻസ്. ഇതാണ് പറയുന്നത്. എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. ഇവിടെ കൺസിഡറേഷൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാമോ? പേയ്മെന്റ് കൊടുത്തുകൊണ്ട് കേട്ടോ. പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും സേവനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളോ കൈപ്പറ്റുന്ന ആളുകളെയാണ് കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസസ് ഫോർ എനി കൺസിഡറേഷൻ. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പരിഗണന എന്നുള്ള അർത്ഥമല്ല. നമ്മൾ എന്തെങ്കിലും പേയ്മെന്റ് കൊടുത്തുകൊണ്ട് ഏതെങ്കിലും സേവനങ്ങൾ കൈപ്പറ്റുന്ന വ്യക്തി, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡെഫിഷ്യൻസി ആണ് കേട്ടോ. എന്തിന്റെ ഡെഫിഷ്യൻസി? എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ഡെഫിഷ്യൻസി? എന്തൊക്കെ ഡെഫിഷ്യൻസികൾക്ക് അല്ലെങ്കിൽ ഏതൊക്കെ അഭാവങ്ങൾ, ഡെഫിഷ്യൻസിക്കാണ് ഈ പറയുന്ന ആക്ട് നമുക്ക് സംരക്ഷണം നൽകുന്നത്? അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന ഡെഫിഷ്യൻസി കേട്ടോ. ഇവിടെ ഉദ്ദേശിക്കുന്ന ഡെഫിഷ്യൻസി എന്തൊക്കെ ഡെഫിഷ്യൻസികൾക്ക്, എന്തൊക്കെ അഭാവങ്ങൾക്കാണ് ഈ ഒരു ആക്ട് നമുക്ക് സംരക്ഷണം നൽകുന്നത്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റുകൾ